أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫലഖ് ആണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, അഊദു, ഞാൻ അഭയം തേടുന്നു അഥവാ രക്ഷ തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം സൃഷ്ടിയുടെ നാഥനോട്. മിൻ ശർരി, എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും, മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ, വമിൻ ശർരി, ദ്രോഹങ്ങളിൽ നിന്നും, ഗാസിഖിൻ, രാത്രിയുടെ, ഇദാ വഖബ, അത് ഇരുൾ മൂടിയാൽ, വമിൻ ശർരി, നാശത്തിൽ നിന്ന്, അന്നഫാസാത്തി, ഊതുന്നവയുടെ, ഫിൽ ഉഖദ്, കെട്ടുകളിൽ, വമിൻ ശർരി, നാശത്തിൽ നിന്ന്, ഹാസിദിൻ, അസൂയാലുവിൻ്റെ, ഇദാ ഹസദ, അവൻ അസൂയ കാണിക്കുമ്പോൾ. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്ന സത്യം, അത് പ്രഖ്യാപിക്കുകയായിരുന്നു അതിലൂടെ. പിന്നീട് ആ നാഥനിലേക്ക് തിരിയുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത രണ്ട് സൂറത്തുകളിലും പറയുന്നത്. ഈ രണ്ട് സൂറത്തുകളും, അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും കൂടി അറിയപ്പെടുന്നത് അൽ മുഅവ്വിദതൈനി എന്നാണ്. രണ്ട് അഊദ് കൊണ്ട് തുടങ്ങുന്ന, അഥവാ അള്ളാഹുവോട് രക്ഷ തേടുന്ന രണ്ട് സൂറത്തുകൾ. ഇതിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൃഷ്ടിയുടെ അല്ലെങ്കിൽ പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നബിയെ താങ്കൾ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നും പ്രഭാതം നമുക്ക് ചക്രവാളം പൊട്ടിപ്പിളർന്നുകൊണ്ട് നമുക്ക് നൽകുന്നത്. ആ അർത്ഥത്തിലാണ് പുലരിയുടെ നാഥൻ പിളർന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചിരുന്ന ദൈവം തമ്പുരാൻ എന്ന രൂപത്തിലാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. മറ്റൊരു നിലക്ക് എല്ലാ സൃഷ്ടിപ്പുകളെയും ഫലഖ് എന്നറിയപ്പെടുന്നു. ആ നിലയ്ക്ക് എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനോട് രക്ഷ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു തന്ന എല്ലാറ്റിനെ സംബന്ധിച്ചും നമുക്ക് അള്ളാഹുവോട് തന്നെ അതിൽ നിന്ന് രക്ഷ തേടേണ്ടതുണ്ട്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ, ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണോ നമുക്ക് രക്ഷ തേടേണ്ടതെന്നാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ദോഷത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഇബ്ലീസിൻ്റെ നാശത്തിൽ നിന്ന് എന്ന് ഇതിൻ്റെ വിശദീകരിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യാഖ്യാനം നരകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വിഷജന്തുക്കളും ഹിംസ്രജന്തുക്കളും ഉൾപ്പെടെ നാനാതരത്തിലുള്ള ജീവജാലങ്ങളുടെ ദ്രോഹങ്ങളിൽ നിന്ന് ജിന്നും ഇൻസുമെല്ലാം ഉൾപ്പെടുന്ന മുഴുവൻ സൃഷ്ടികളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ രോഗങ്ങൾ, വരൾച്ച, പട്ടിണി, പ്രാപഞ്ചികമായ വിപത്തുകൾ, ഇതൊക്കെ അതിൽ പെടും. നമ്മൾ അള്ളാഹുവിനോട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിയുടെ നാഥ, നീ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ദ്രോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരഗതമാക്കി തരാൻ. കാരണം ഈ തരത്തിലുള്ളവയുടെ ദ്രോഹങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചാൽ പിന്നെ നമുക്കൊരാപത്തും ഒരു പ്രയാസവും നേരിടുകയില്ല എന്നർത്ഥം. അമൻ ശരി വാസകനിതാ വഖബ്, ഇരുട്ട് മൂടുന്ന രാത്രിയുടെ വിപത്തുകളിൽ നിന്ന്. രാത്രിയിലാണ് സ്വാഭാവികമായിട്ടും ഹിംസ്ര ജന്തുക്കളും അതുപോലെ തന്നെ പാമ്പുകൾ പോലുള്ള സംഗതികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളെ ദ്രോഹിക്കാൻ പറ്റുന്ന ശത്രുക്കളും ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്ന കള്ളന്മാരും കൊള്ളക്കാരും തുടങ്ങിയിട്ടുള്ള എല്ലാം രാത്രിയുടെ ഇരുട്ടിലാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ജന്തുക്കളാകട്ടെ ഈ നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരാകട്ടെ അവയുടെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുക. അവൻ ശരി നഫാസാത്തിൽ ഒക്കത്, കെട്ടുകളിൽ ഊതുന്ന. മുൻകാലങ്ങളിലൊക്കെ പതിവായിരുന്നു സിഹിർ ചെയ്യുക, മറ്റുള്ളവരെ അപായപ്പെടുത്താൻ വേണ്ടി മാരണങ്ങളിൽ ഏർപ്പെടുക, കുറേ നാരുകൾ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഒരുപാട് കെട്ടുകളിടുക, എന്നിട്ട് അതിലൊക്കെ ഊതുക. അങ്ങനെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചാലല്ലാതെ അങ്ങനത്തെ യാതൊരു കാര്യവും മനുഷ്യനെ ഏൽക്കുകയില്ല. എന്നാൽ പോലും സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കെട്ടിടലും ഒരു ഊതലൊക്കെ കാണുമ്പോൾ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ശത്രുക്കളുടെ വിപത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടതാണ് അർത്ഥം. മറ്റൊരു നിലയ്ക്ക് കെട്ടുകളിൽ ഊതാന്നുള്ളതിന് സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വിവരദോഷികളായ സ്ത്രീകൾ ഇതുപോലുള്ള ഈ പറഞ്ഞ മാരണ സംഗതികളിലൊക്കെ കൂടുതലായിട്ട് ഇടപെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എന്നും വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചത്. അവൻ ശരി ഹാസത്തിൻ്റെ ഇതാ ഹസത്ത്, അതുപോലെ തന്നെ അസൂയാലുവിൻ്റെ അസൂയ. ഒരാൾക്ക് വേറൊരാളോട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ നിലക്ക് ആർക്കെങ്കിലും നമ്മോട് അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയാലുക്കൾ അവരുടെ അസൂയ മൂത്തിട്ട് നമ്മൾ എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും വിപത്തുകൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ അള്ളാഹുവോട് രക്ഷ തേടണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നമ്മൾ എല്ലാവിധത്തിലുള്ള ജീവജാലങ്ങളിലും അത് സജീവമായ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ തരത്തിലുള്ള ഉപദ്രവകാരികളോടും രക്ഷ തേടുന്നു. നമ്മുടെ രോഗങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ കടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവോട് രക്ഷ തേടുന്നു. ഇത് നമ്മൾ പതിവായി നമ്മൾ പാരായണം ചെയ്യുകയും ഈ മുഅവ്വിദത്തൈനും നേരത്തെ നമ്മൾ പറഞ്ഞ ഇഖ്ലാസ് ഓതിയിട്ട് അതിനുശേഷം മുഅവ്വിദത്തൈൻ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ തരത്തിലുള്ള ഭൗതികമായ ആത്മീയമായ എല്ലാ സംഗതികളിൽ നിന്നും നമുക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടായിത്തീരും. സർവശക്തൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ദോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.